ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇറച്ചിക്ക് പോകാതെ അപ്പോൾ ഞാൻ തന്നെ കയറി ഇവിടെ അടുത്ത് തന്നെ ഏനിട്ടാ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി വാങ്ങിക്കൊടുന്നു. ഷിബി അതാ പേടിക്കുന്നന്ന്. എന്താണ് ഞങ്ങളെ ഒരു നായ ഇതൊക്കെ എടുക്കുന്നത്. അവിടെ ഒരു നായ അതാണ്. ഇത് കോട്ടേഴ്സ്, എന്താണ് പാറപ്പുറം അങ്ങാടി. അങ്ങോട്ട് പോയ അങ്ങാടിയാണ്. ഞങ്ങളെ കുണ്ടിക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. പേടിച്ചു പോവില്ലേ? നമ്മൾ പേടിയാണ്, നമുക്ക് ഓരോ പേടി, ഒരു കമ്പിളിയും പേടി. ഷിബിയ ടാറ്റാട്ടിക്ക ആണ്ടാ കാറ്റെടുക്കുന്നത്. രാവിലെ തന്നെ ഇറച്ചിക്കൊക്കെ പോയതാണ് കേട്ടോ. നേരെ 7:30 മണി കിട്ടും. ആ കടയിലേക്ക് വിളിച്ചാറിന് അവരെടുത്ത് വെക്കും. പിന്നെ നമ്മൾ പോയി കൊടുന്നാൽ മതി. വണ്ടിക്കാരെ കിട്ടിയില്ലെങ്കിൽ അവരെന്താ അവിടെ വൈക്കൊക്കെയാണ് കൊടുന്നത് കേട്ടോ. എനിക്ക് ആരും കിട്ടിയില്ല. അപ്പോൾ ഞാൻ തന്നെ പോയതാണ്. ആ വീട്ടിലെത്തി. എന്താണ് ചെടികൾ കല്യാണമായിട്ട് മൊത്തം പോയിന്. കല്യാണമായ തിരക്കിൽ നനക്കാനും പറ്റിയില്ല. പിന്നെ രണ്ടാമത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് വരികയാണ്. അതിലൊന്നുമില്ല. അതൊക്കെ ഞാൻ മുളകിൻ്റെ പായാമെന്ന് വെച്ചിട്ട് മുളക് പായാ വിചാരിച്ച്. എന്താ ചെടിയൊന്നും ഒരു ഷാറില്ല. ഇതൊക്കെ ഒരു പൂ 2 പൂവൊക്കെ ഇട്ട് പോയ ചെടികളൊക്കെ പോയി. എന്താ ഇതൊന്നും പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആദ്യത്തെ ചെടികൾ തന്നെ. എന്താ ചെടിയൊന്നും ഉഷാറില്ല. ഇതൊക്കെ മുട്ടിടുന്നുണ്ട്. ഒക്കെ പൂവ് ആവുന്നുണ്ട്. നനച്ചെടുക്കണ്ടല്ലോ, മഴ അതൊന്നും നനക്കലില്ല. ഇതൊരു ചെടി നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ. അത് ആകെ ഒന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പം നല്ല മഴയൊക്കെ വരുന്ന ശേഷം ഉഷാറായിട്ട് ഇതൊക്കെ പൂവൊക്കെ ഇടുന്നുണ്ട്. ഇത് വേറൊരു ചെടി. ഇതൊക്കെ പണ്ടത്തെ ചെടികളാണ്. നമ്മുടെ പുതിയ ചെടികളൊന്നും ഇല്ല കേട്ടോ. പഴയ ചെടികളാണ്. ഇവിടെ മുള്ളും ചെടി. ഇനി ഇതന്നെ ഉള്ളു ഇവിടെ. മുള്ളും ചെടിയൊക്കെ പോയി. ഇനി ഒരു ചെടിയാണ് മുള്ളും ചെടി. 1 2 ഉള്ളൂ. പിന്നെ ഇത് മറ്റേ ഇതിൻ്റെ പേരെനിക്കറിയാം. എൻ്റെ ഒരു ഇതാണ്. എത്ര ഉള്ള ചെടിയാണ്. ചെടിയൊക്കെ ഞാൻ അയച്ച് നോക്കിയിട്ടാണ്. അതൊക്കെ എല്ലാം ഒറ്റ ഉണങ്ങി പോയിന്നിട്ട് പിന്നെ അങ്ങനെ ഉണ്ടായതാണ്. ഇത് പിന്നെ നല്ല ഉഷാറായി വരുന്നുണ്ട്. ഇങ്ങനെ കാണണം, നല്ല രസമുള്ള ഇങ്ങനെ കാണുമ്പോൾ. പേരൊന്നും എനിക്കറിയില്ല. ഒരാളത് ഇവിടെ കൂട്ടും. ചെടിയൊന്നും ഇല്ല. ഒക്കെ ഉണ്ടില്ല. മണ്ണും ഇല്ല, ഒന്നുമില്ല. അതൊക്കെ ചെടിമൊക്കെ ഇപ്പോൾ നോട്ടമില്ലാതെ ഇനി ഇറങ്ങണം ഒരു ദിവസം ചെടിയൊക്കെ ഉണ്ടാക്കാൻ. മുറിച്ചിട്ടാണ് കൊണ്ടല്ലേ. ഇനി ഒരു ചെറിയ പീസാക്കണം. വലിയ പീസാകുമ്പോൾ പറ്റില്ല. ഇതൊന്നും കൂടിയും ചെറുതാക്കണം. ഒരു പീസും കൂടി ആക്കണം. ചിക്കനുണ്ട് ഇവിടെ. ചിക്കൻ ഇന്ന് കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് ബാക്കി സലാഡിൽ വെക്കണം. രാവിലത്തെ കറിക്ക് പത്തിരി ചൂടാ വിചാരിച്ച്. ഇന്ന് മോള് വരുന്നുണ്ട് വൈകുന്നേരത്തിന്. അപ്പോൾ ഇത് ഓക്കല്ല കേട്ടോ. അത് ഞങ്ങൾക്ക് രാവിലെ ഇന്നിപ്പോൾ മദ്രസ സ്കൂളൊന്നും ഇല്ലല്ലോ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് സ്കൂളെന്താ അവധി ഉണ്ടാവും. ആരും മരിച്ചിട്ടോ എന്താ അവധി ഉണ്ടാണ്. പിന്നെ ആക്കത്തിൽ അങ്ങനെ അടുക്കളയിൽ കറിയിടാണ്. അത് കുറച്ച് ചിക്കൻ കറിയൊക്കെയാണ്. ഇതിന് ഉച്ചയ്ക്കുള്ളതാണ് ബീഫ്. പിന്നെ അതാ പത്തിരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചതിന് ശേഷം ഉപ്പിട്ടിട്ട് പിന്നെ പൊടിയൊക്കെ ഇടാൻ. പൊടി ഇട്ടിട്ട് അങ്ങനെ വാട്ടാൻ വേണ്ടിയിട്ട് കയ്യിലോണ്ട് ഇളക്കി പൊടിയൊക്കെ ഇളക്കിയിട്ട് വെള്ളവും പൊടിയും കൂടി മിക്സാക്കി പാകമാക്കി വെക്കുകയാണ്. അതാ മിക്സാക്കിയതാ പൊടിയും വെള്ളമൊക്കെ ഒരേ നല്ല പാകത്തിനായിട്ടുണ്ടായിരുന്നു. പിന്നെ തീ കുറച്ചെടുത്തിട്ട് പിന്നെ ഈസിക്കുമ്പോൾ ഞാൻ അറിയാം പൊടി വാട്ടലിട്ട നമുക്ക് അനുസരിച്ച് തീ കൂട്ടും കുറക്കും ചെയ്യാമല്ലോ. അപ്പോൾ തീ കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം, അടി പിടിച്ചാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ ചായ, പാൽ ചായ മധുരം ഇടാതെ ഉണ്ടാക്കലിട്ട്. അപ്പോൾ മധുരമൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ മധുരം ഇടാതെ അങ്ങനെ ചായ ഉണ്ടാക്കി കണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ തുടച്ച് വൃത്തിയായിക്കാണ്. പിന്നെ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ, പൊടിയെ കുഴക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ.
പൊടി വാട്ടി ചൂടാറി കുറച്ച് ചൂടാറി ഉണ്ടായിരുന്നു. പിന്നെ ഇളം ചൂട് കൊടുക്കാണ്ട് കുഴച്ചിക്കാണ്ട് അങ്ങനെയുണ്ട് പത്തിരി ആക്കി ചൂടാക്കി വിചാരിച്ചു. മോള് വരുന്നുണ്ടല്ലോ, ഓള് 2 ദിവസത്തിനാണ് വരുന്നത് കേട്ടോ, തോനെ നിൽക്കില്ല. വെള്ളിയാഴ്ച വന്നാൽ തിങ്കളാഴ്ച പോവുകയും ചെയ്യും. അവിടെ ആളില്ലാത്തതുകൊണ്ട് നിൽക്കലില്ല. ജലദോഷവും പനിയൊക്കെയാണെന്ന് പറഞ്ഞു. ജലദോഷം പിടിച്ചു, പനിയൊന്നുമില്ല, സൗണ്ടൊക്കെ വ്യത്യാസം വന്നിക്കണ്. ഇന്നാൾ വന്നപ്പോഴും പനി തന്നെയായിരുന്നു. ഇനിയിപ്പോൾ പനി ഉണ്ടാവില്ലെന്നും അറിയില്ല, സൗണ്ടൊക്കെ പോയിക്കണ് പറഞ്ഞു. വന്നപ്പോൾ ഇനി പനിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട് പറഞ്ഞു. അല്ല പനിൻ്റെ മരുന്ന് കൊടുത്തിട്ടില്ല, സൗണ്ടും വ്യത്യാസമല്ല, ജലദോഷമല്ല വിചാരിച്ചിട്ട് മരുന്നൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 ദിവസത്തിന് വന്ന് അവൾ പോവുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീട് പിന്നെ ഓരോ തരത്തിൽ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി. അങ്ങനെ എന്നെ വീടിടാൻ വിചാരിച്ച് അവൾ വന്ന് 2 ദിവസം അവൾ പോവുകയും ചെയ്തിരിക്കണം. പിന്നെ ഇതാ പത്തിരിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും ചിക്കനും ഉള്ളിയും തക്കാളിയൊക്കെ പാട്ട് കാണാണ്ട് കുക്കറിൽ വിസിലടുപ്പിച്ചിരുന്നു. പിന്നെ തൂമ്പിച്ച് പാരാ വിചാരിച്ചിക്കാണ്ട് അങ്ങനെ ചെറിയുള്ളിയും കറിവേപ്പിൻ്റെ ഇലയും വലിയ ജീരകവും ചെറിയ ജീരകം ഇട്ടുകാണ്ട് പിന്നെ അങ്ങനെ തൂപ്പിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ അവൾ രാവിലെ ഉച്ചക്ക് വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ വിളിച്ചുകാണ്ട് പറയുമ്പോൾ ഞാൻ ചാടി കഴിഞ്ഞാണ്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചാടി കഴിഞ്ഞാണ്ട് അവൾ പോന്നിക്കണമെന്ന് പറഞ്ഞ് രാവിലെ മാറ്റിയാണ് പറഞ്ഞ് വിളിച്ച്. പിന്നെ ബസ്സിനാട്ടോ വരുന്നത്, ബസ്സിന് വരാമെന്ന് പറഞ്ഞ്. വണ്ടി വിളിച്ചുകാണ്ട് വരുമൊന്നും വേണ്ട, ബസ്സിന് ഞാൻ വരാം, എനിക്ക് എളുപ്പമുണ്ട് ബസ്സിന് വരാൻ, അതും വേണ്ട പഠിക്കുക എന്ന് പറഞ്ഞ്. അങ്ങനെ ബസ്സിന് പോയി ശീലമാകുക നല്ലത് പറഞ്ഞാണ്. അങ്ങനെ ബസ് കയറിയാണ് 2 ബസ് കയറി ഇറങ്ങണം. അവളെ പഠിക്കുന്ന ഒരു ബസ് കയറിയിട്ട് പിന്നെ തിരൂർ സ്റ്റാൻഡിൽ നിന്ന് പിന്നെ കുറുവത്താണി വായത്തപ്പടിക്ക് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് ഓട്ടോ വിളിച്ച് വരലാണ്. പോയതും അതേപോലെ തന്നെ അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് വരുവും പോക്കൊക്കെ. ഇനിയിപ്പോൾ അങ്ങനെ തന്നെയാണ് കാരണം. പിന്നെ അതിന് കൊച്ചിക്കൊക്കെ പോയി ശീലമുള്ള ആളല്ല. ഇപ്പോൾ ജോലിയൊക്കെ നിർത്തിയിരിക്കണം. ഇപ്പോൾ സൗദിക്ക് എങ്ങനെയും പോകാൻ നോക്കാമെന്നുള്ള അവിടെ ജോലിക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ഇപ്പോൾ. ഇനിയിപ്പോൾ എവിടെ പോകണില്ല, ഇപ്പോൾ വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ ഇരിക്കുക തന്നെയാണ് ഇപ്പോൾ. അങ്ങനെ പിന്നെ അവൾ വരാമെന്ന് വിളിച്ചിട്ടുണ്ടായി. പിന്നെ ഞങ്ങളിത് ആ പത്തിരിയൊക്കെ ചുട്ട് കറിയൊക്കെ ആയി ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി ഒരുങ്ങി കേട്ടോ. പിന്നെ ചാടി കഴിഞ്ഞ് പിന്നെ ഇതാ ചോറിന് വെള്ളം വെക്കുകയാണ്. ചോറൊക്കെ അരിയൊക്കെ ഇട്ട് പിന്നെ വെന്ത് ഒരു ഫുള്ള് വേവായിട്ടില്ല, കുറച്ച് വേവിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി വെച്ചിക്കാണ്ട് പിന്നെ ബീഫ് വെക്കാൻ വിചാരിച്ചു. ബീഫ് പിന്നെ ഞാൻ ഉണ്ടാക്കി കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും ഒക്കെ പാടെ ഉരുളങ്ങിയും ഉള്ളിയും തക്കാളിയൊക്കെ പാടെ ഇട്ടുകാണ് മസാല ഒക്കെ ഇട്ടുകാണ് ഒന്നിച്ചാണ് വെച്ചതായിരുന്നു. പിന്നെ ലാസ്റ്റ് വെന്തിൻ്റെ ശേഷം തൂമിച്ചാൽ മതിയല്ലോ. പിന്നെ അതാ ഷിഫു അതാ പഴം ഉണ്ടാക്കാറുണ്ട്, പച്ചപ്പഴം ഉണ്ടായിരുന്നു, അത് ഉപ്പേരി വെക്കാറുണ്ട്. അതവിടെ കഞ്ഞിരളത്തിൽ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവൾ. പിന്നെ തൈര് ഉണ്ടാക്കുന്നുണ്ട്. ഇറച്ചി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ എല്ലാ കറിമൊക്കൊന്നും പോകില്ല. അപ്പോൾ അതവന് മോളിതാ വരുന്നത് വയറ്റപ്പടിക്ക് എത്തിക്കുന്നത് മാറിഞ്ഞ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടായിട്ടാ. എന്താ വന്നേക്കെ ഞങ്ങൾ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാണ്. എന്താ പെട്ടെന്ന് വന്നും ചെയ്തിരുന്നു. 1 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട്. വണ്ടി വെച്ച് പോകുമ്പോൾ അവിടെ അവൾക്കും ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത് അതും പേടി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്നിക്ക് നിൽക്കാതെ അവൾ ബസ്സിന് വരാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് പനിയൊന്നും ഇല്ല കേട്ടോ, സൗണ്ടൊക്കെ ഒരു വ്യത്യാസക്കുറവുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവൾ വന്ന് പിന്നെ ഞങ്ങൾ അടുക്കളയ്ക്ക് വന്ന് അങ്ങനെ ബീഫ് കത്തിച്ച് വെന്തിട്ടുണ്ടായിരുന്നു. അടുപ്പത്താവും പിന്നെ അങ്ങനെ കിടന്ന ആക്കത്തിൽ അങ്ങനെ വെന്തോളല്ലോ. കുറച്ചും കൂടി വെള്ളം വറ്റാണ്ടായിരുന്നു. പിന്നെ അവിടെ തന്നെ മൂടി വെച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോയിട്ട് വെള്ളിയാഴ്ച ചിലപ്പോൾ തസ്ബീഹ് നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അങ്ങനെയാണ് മൂടി വെച്ചാൽ ഞാൻ നിസ്കരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ കടക്കെ പൊട്ടിച്ചിക്കാണ് പിന്നെ ഷിഫു പിന്നെ ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞ് പച്ചക്കായ പേരി ഉണ്ടാക്കണം. ഞാൻ നിസ്കരിക്കാൻ പോയിരുന്നു. പിന്നെ അങ്ങനെ മോള് വീഡിയോ എടുത്താൻ തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ഓളിതാ ചീരുള്ളി മൂപ്പിച്ച് ചുവന്ന മുളക് ഇട്ടുകാണ്ട് പിന്നെ അതാ പച്ചക്കായ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. തൈര് ഉണ്ടാക്കി വെച്ച് സല്ലാജി വെച്ചിരുന്നു. പിന്നെ മോള് വന്നപ്പോൾ ഒത്തിരി ചായ കുടിച്ചിട്ടില്ല, അവൾ ഒന്നും വേണ്ട അവിടുന്ന് കുടിച്ച് പോകുന്നതാണ് പറഞ്ഞു. അങ്ങനെ പിന്നെ അവൾക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചിക്കാണ്ട് പിന്നെ അവൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ പേരൊക്കെ ഉണ്ടാക്കി ഇവിടെ റെഡിയാക്കി അടിച്ചേ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷിഫു അങ്ങനെ അടിച്ചേ തുടക്കലോ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നിസ്കരിച്ചാൻ പോയി. അങ്ങനെ എൻ്റെ കുളിയും കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ ഇറച്ചി നല്ല വെള്ളമൊക്കെ വറ്റി നല്ല ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഉലുവൊക്കെ ഇട്ട് ചീരുള്ളി വലിയ ജീരകം ചെറിയ ജീരകവും കറിവേപ്പിൻ്റെ ഇലയും ചപ്പ് പിന്നെ ഞാൻ ഇടാൻ മറന്നതാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഇട്ടൊന്ന് ചൂടാക്കിക്കാണ്ട് പിന്നെ തൂമ്പിച്ചാൽ വിചാരിച്ചിട്ടാണ്. അങ്ങനെ അങ്ങനെ തൂമ്പിക്കുന്നുണ്ട്. അങ്ങനെ നേരെ 12 മണിയൊക്കെ ആവാൻ നിൽക്കണം. എല്ലാം കഴിഞ്ഞ് വന്നപ്പോത്തിന് അങ്ങനെ ഇറച്ചിയൊക്കെ അവിടെ ആയിട്ടുണ്ട്, റെഡി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ അതങ്ങനെ മൂടി വെച്ച് പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്.
എല്ലാവർക്കും താഴ്മ ഞങ്ങൾ 4 ആളുണ്ടല്ലോ, 4 ആൾക്കും താഴ്മ വെച്ച് കൊണ്ട് അങ്ങനെ വിളമ്പിയെടുത്ത് എടുത്ത് ചോറ് കൂടിയിട്ട് പിന്നെ അയക്കാരെ കൊണ്ടിട്ടും ചെയ്തു. ഞാൻ എല്ലാവരും കണക്കാക്കിയാണ് വിളമ്പണതാണ് കേട്ടോ, ഒരേപോലെ വിളമ്പണമാണ്. പിന്നെ അവരത്രയും കഴിക്കണില്ല അനങ്ങാണ്ടൊക്കെ കൊട്ടിക്കണാണ്ടന്നെ കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ പഴപ്പേരി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, തൈര്, അങ്ങനെയൊക്കെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ചായയുടെയും കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കാറുണ്ട്. രാത്രി ചപ്പാത്തിയാണ് തിന്നൽ. ചപ്പാത്തിനെക്കാൾ നല്ല ഇതാക്കുക, ഇറച്ചി ഉണ്ടല്ലോ, അത് മോള് വന്നതും അല്ല സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കും ചെയ്യാലോ വിചാരിച്ചിക്കാണ്ട് അങ്ങനെ ഞാൻ 2 കപ്പ് പൊടി വാട്ടിക്കാണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുങ്ങിയതാണ് കേട്ടോ കുഞ്ഞിപ്പത്തിരി ഉണ്ടാക്കുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ പത്തിരി, എനിക്കും ഭയങ്കര ഇഷ്ടം തന്നെ. ഈന്തും പിടി പോലെ നമ്മൾ ഉണ്ടാക്കുമല്ലോ, അതേപോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതാ നല്ല തീയൊക്കെ കുറച്ചിട്ട് പൊടിയൊക്കെ നല്ല രീതിയിൽ വാട്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ചൂടാറാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ടേബിളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ അവിടെ ഇട്ട് കുഴച്ചെടുക്കുക കേട്ടോ. തേങ്ങ വറുത്തരക്കാൻ വിചാരിച്ചു, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇറച്ചിക്ക് തേങ്ങ വറുത്തരച്ചിക്കാണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. തേങ്ങയും തന്നെ പൊട്ടിച്ച് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ റെഡിയാക്കി ഇരിക്കുകയാണ്. പിന്നെ എല്ലാവരും വിളിച്ചു കൊടുക്കുന്നതാണ് ഞാൻ എന്ത് ചെയ്ത് എല്ലാവരും ഓരോന്ന് എടുത്തോളി ഉണ്ടാക്കൂടിന്ന് പെട്ടെന്ന് പണി കഴിച്ചാലാറിഞ്ഞാണ്ട് എല്ലാവരും വന്ന് നേരെ സമയം ഇപ്പോൾ 7 മണിയൊക്കെ ഇരിക്കണ്ട രാത്രി. മരുസ്കാരം കഴിഞ്ഞ് ഓത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഈ വീട് എടുക്കണത്. വൈകുന്നേരം ഞങ്ങൾ പഴംപൊരിയും ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു, ബേക്കറി ഉണ്ടായിരുന്നു, പഴം കൊടുക്കുന്നുണ്ടായിരുന്നു, പഴം പൊരിക്കാനാണ് അങ്ങനെ ചാടി കഴിഞ്ഞ് പിന്നെ മരുസ്കാരം ഓത്തോ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വീട് വരുന്നത്. അങ്ങനെ അതാ ഞങ്ങൾ ഓരോരുത്തരുമായിട്ട് അങ്ങനെ ചെറുതാക്കി അങ്ങനെ ഉരുളകളാക്കിയിട്ട് പൊടിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ നോമ്പ് ഉണ്ടാക്കി, പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മോള് മരോള് അറിയുമ്പോൾ അമ്മ ഉണ്ടാക്കുക, ഞാൻ വന്നാൽ ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കണ്ടോള്. അപ്പോൾ മോക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഉണ്ടാക്കാൻ കുറേ പണിയാണ്. അപ്പോൾ ഇവരെല്ലാവരും കൊണ്ടായപ്പോൾ പെട്ടെന്ന് പണി കഴിച്ചാലോ അറിഞ്ഞാണ്ട് അങ്ങനെ അവർക്കൊന്നും അറിയില്ല. അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ എടുപ്പിച്ചാൽ ഷിബുവിന് തീരെ അറിയില്ല കേട്ടോ. ഷിബിക്ക് പിന്നെ അറിയാം, ഓള് നോമ്പിനൊക്കെ ഞാനും ഓള് ഒറ്റക്കല്ല ഉണ്ടാവുക. അപ്പോൾ ഓളും ഞാനും ഓൾ നോമ്പിന് ഇത് ഉണ്ടാക്കാൻ സുഖമാണ്. കാരണം വേറെയുള്ള പണിക്കൊന്നും നിൽക്കണ്ട, പത്തിരി കുഴക്കാനും അമർത്താനും ചുടാനും നിൽക്കണ്ട, ഇതാവുമ്പോൾ പിന്നെ എളുപ്പമുണ്ട്. അങ്ങനെ ഞാൻ ഗ്രൈൻഡറിലാണ് തയ്യാറി മാവ് കുഴക്കൽ. ഗ്രൈൻഡറുമൊക്കെ ഒന്ന് പോയിട്ട് ഇപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ വിചാരിച്ച് കണ്ട് കുറച്ചുണ്ടാക്കും. നോമ്പിന് നമുക്ക് പത്തിരി നോമ്പറക്കുമ്പോൾ അത്താഴത്തിന് കുറേ വേണ്ട. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിൽ തന്നെ പൊടി വാട്ടിക്കാണ്ട് ഗ്രൈൻഡറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഗ്രൈൻഡറിൽ തന്നെ കുഴച്ചെടുക്കും. നല്ല പെട്ടെന്ന് കണ്ട് അമർത്തിയാൽ തന്നെ നല്ല പരന്ന് കിട്ടും പത്തിരിക്കൊക്കെ. പിന്നെ ഓടക്കോയിലൊക്കെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കൈമത്തേനെ ഒക്കെ കുഴച്ചുണ്ടാക്കി കൈ കൊണ്ട് തന്നെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിപ്പത്തിരിയാക്കിയിട്ട് അങ്ങനെ ഉരുളകളാക്കിയിട്ട് അങ്ങനെ എല്ലാവർക്കും ഓരോന്ന് കൊടുത്ത് അങ്ങനെ സ്പീഡ് എല്ലാവരും പെട്ടെന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വർത്താനം പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയും പിന്നെ ഇപ്പോൾ ഒരു കുട്ടികളല്ല അവരെന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞ് ചിരിച്ചിരിക്കുമ്പോൾ പിന്നെ നമ്മളിതിപ്പോൾ പുറത്തേക്ക് വിടണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കിക്കാണ്ട് വോയിസ് ഓവറൊക്കെ ഡിലീറ്റ് ആക്കിക്കാണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പല ചെറിയ ഇതും വലുതും ഇങ്ങനെ ഉരുളായപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എല്ലാവർക്കും ഒരു ഉരുള ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവരതിന് അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങിയിട്ടാണ്. പിന്നെ അങ്ങനെ ഉണ്ടാക്കി വരുന്നുണ്ട്. പിന്നെ ഞാൻ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കലത്തിൽ വെള്ളം തിളപ്പിക്കണമല്ലോ, തിളച്ചിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് ഇടലാണ് കേട്ടോ. അതിൽ ഉപ്പൊന്നും ഇടില്ല, വെള്ളത്തിൽ അങ്ങനെ വെള്ളം തിളച്ചതിൻ്റെ ശേഷം ഇടലാണ്. അങ്ങനെ പൊടിയിലിട്ട് ഉരുളകളായി പൊടിയിലിട്ടതിന് ശേഷം അങ്ങനെ ഒട്ടാതിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചീരുള്ളി, ചെറിയ ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, മഞ്ഞൾപ്പൊടി, ജീരകം 2 ജീരകം ഇട്ടിട്ടുണ്ട്, ചെറിയ ജീരകം വലിയ ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ വറുത്തരക്കാൻ ചീരുള്ളി അരിഞ്ഞാൽ തോന്നിക്കുമ്പോൾ അതിങ്ങനെ കുത്തി ഉടച്ച് അങ്ങനെ ഓടിയല്ലോ. വറുത്തരച്ച് കാണുമ്പോൾ പാലും പിന്നെ നമുക്ക് അങ്ങനെ കുത്തി ഇതാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇളക്കിയാൽ മതി, എല്ലായിടത്തൊക്കെ മിക്സായി വരും ചെയ്യും. പിന്നെ അങ്ങനെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ വെല്ലിടുന്നുണ്ട്. ഉറക്കൊന്നും ഇടാൻ പറ്റൂല, അതിങ്ങനെ തെറിച്ചു മേത്തേക്ക് വെള്ളം തെറിക്കുകയും. അപ്പോൾ അങ്ങനെ കൈ കൊണ്ട് തന്നെ ഇടാൻ പറ്റുള്ളൂ, കായലുകൊണ്ടൊന്നും പോയി ഇടാൻ പറ്റില്ല. അപ്പോൾ കട്ടായി കിടക്കും അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിലിട്ടാൽ. ഇത് ഓരോന്ന് വിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കണം. പിന്നെ അത് വേവുന്നത് അങ്ങനെ പിന്നെ പൊന്തി അങ്ങനെ മേലേക്ക് പൊന്തി വരും കേട്ടോ. വേവാത്തത് അടി കിടക്കണുണ്ടാവും. അപ്പോൾ ഇത് അധികമില്ല, അപ്പോൾ വലിയ കലത്തിലായതുകൊണ്ട് കഞ്ഞിക്കാലത്തിലായതുകൊണ്ട് 2 അരിയൊക്കെ കൊള്ളണ ഒരു കാലമാണത്. അപ്പോൾ അതിക്ക് പിന്നെ 2 കപ്പ് പൊടിയല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ അത് പാകം ചോദിച്ചത് ഫുള്ള് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തേങ്ങ അതിൻ്റെ അടിയിൽ ഞാൻ വറക്കണമുണ്ട്, അതിൻ്റെ അടിയിൽ തിളക്കണമുണ്ട്. ഇത് ഈസി കുക്കുമ്പലാണ്, മറ്റേത് ഗ്യാസുമ്മലാണ്.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ ഓരോരുത്തരോരുത്തർ ഓരോ ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ തേങ്ങ ഇളക്കി കൊടുക്കുമ്പോൾ ഒരാൾ ഇവിടെ നിൽക്കും, അങ്ങനെ ഒപ്പം നിൽക്കണമല്ലോ. ഞാൻ ആകെ തിളച്ച് പൊന്തി പോകുന്നുണ്ട്. പിന്നെ അതൊക്കെ പൊന്തി വന്ന് വെന്തീൻ്റെ ശേഷം പിന്നെ ഞാൻ ഊറ്റിയെടുക്കുകയാണ്. കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്ത് ബീഫ് കിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീഫ് ഉച്ചക്കത്തൊക്കെ കഴിച്ച ബാക്കിയാണത്. കുറച്ചൊന്ന് കോരി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലേക്കൊക്കെ കറിയൊക്കെ കിടക്കാമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ കുറേശ്ശെ അങ്ങനെ കോരിയിടുന്നുണ്ട്. കുത്തി ഉടക്കാനൊന്നും പറ്റില്ല, മാവ് അതല്ലേ പൂളൊന്നല്ലല്ലോ, ഉടഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ ഉടഞ്ഞാൽ പിന്നെ കഴിക്കാനും രസം ഉണ്ടാവും. അങ്ങനെ തേങ്ങ ഒക്കെ അരച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തരച്ചിക്കൊണ്ട് അതിക്ക് ഒഴിച്ച് പിന്നെ ചെറുതായി ചട്ടകം കൊണ്ട് അങ്ങനെ മിക്സാക്കി ഇളക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതവിടെ മൂടി വെച്ചിട്ടാണ്. പിന്നെ ഇശാസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടെ എത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.